മിൽമ കാസർഗോഡ് ഡയറിയിലെ ജീവനക്കാർക്ക് സുരക്ഷാ ക്രമീകരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരള വൈസ് ചെയർമാൻ പി വേണുഗോപാലൻ ട്രെയിനിംഗ് ക്ലാസ് നയിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. 1966 രൂപീകൃതമായ നാഷണൽ സേഫ്റ്റി കൗൺസിൽ അതിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ വേളയിലാണ് നാഷണൽ സേഫ്റ്റി കൗൺസിലിന്റെ കേരള ചാപ്റ്ററായ സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയുമായി ചേർന്ന മിൽമ കാസർഗോഡ് ഡയറിയിലെ ജീവനക്കാർക്ക് സുരക്ഷാ ക്രമീകരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ജീവനക്കാർ പ്ലാന്റിൽ ജോലിയെടുക്കുന്ന സമയത്തും വിവിധ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചായിരുന്നു ബോധവൽക്കരണം. സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരള വൈസ് ചെയർമാൻ കൂടിയായ പി വേണുഗോപാൽ ട്രെയിനിംഗ് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നിങ്ങളുടെ തലയിൽ ഒരു ആണി ഇടിച്ചിട്ട് 3000 കിലോ അടിച്ചാൽ എങ്ങനെയുണ്ടാവും? തല പൊട്ടിച്ചതിലെ പോയി. ആ ഒരു അവസ്ഥ മാറ്റിയിട്ട് ഹെൽമെറ്റ് ഇടുമ്പോൾ എങ്ങനെയാണ് സേഫ് ആവുന്നത്? ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തല മൊത്തം കവർ ചെയ്യുന്ന ഒരു സർഫസ് ആണ്, റൗണ്ട് ആയിട്ടുള്ള ഒരു സർഫസ്. പക്ഷെ ആ സർഫസിന്റെ ഏരിയ ഏകദേശം 14 സ്ക്വയർ ഇഞ്ച് വരും. അപ്പൊ ഈ 3000 കിലോ 14 സ്ക്വയർ ഇഞ്ചിലാണ് എഫക്ട് ചെയ്യുന്നത്. ചടങ്ങിൽ മിൽമ കാസർഗോഡ് ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് അധ്യക്ഷയായി. യൂണിയൻ പ്രതിനിധികളായ തമ്പാൻ, ഹരിശങ്കർ, പ്രൊഡക്ഷൻ വിഭാഗം തലവൻ വിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ഡയറി പേഴ്സണൽ വിഭാഗം തലവൻ വികാസ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.